Once again, welcome back to the session, everyone. So, അപ്പോൾ നമ്മുടെ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓഡിറ്റ് റിസ്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ കൺട്രോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള വൺ ഓഫ് ദി കോർ ഏരിയ ആണ് the area of ethics as well as the area of corporate governance. And as part of this session, we will be discussing the areas of corporate governance, and in addition to which, we will also be having discussion on the ethics part. So, ഈ രണ്ട് ഏരിയയിലായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എത്തിക്സിന്റെ ഏരിയ റിവൈസ് ചെയ്യാം. സോ വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് എത്തിക്സ്, എത്തിക്സിന്റെ ഏരിയക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. And as I mentioned multiple times in our classes, it is one of the important theory question as well. കാരണം നമ്മളോട് ഡയറക്റ്റ് തിയറി ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, ACCയുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് അങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും there are 5 fundamental ethical principles. ഏതൊക്കെയായിരുന്നു? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, confidentiality, professional competence and due care, and professional behavior. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള 5 fundamental ethical principles എന്ന് പറയാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇന്റഗ്രിറ്റി, നമുക്കറിയാം മെമ്പേഴ്സ് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയാലും നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിനെയാണ് ഇന്റഗ്രിറ്റി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഓൺ ദ അതർ ഹാൻഡ്, ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല. നമ്മൾ എന്ത് തരത്തിലുള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ് എടുക്കുന്ന സമയത്തും നമ്മൾ അവിടെ എന്തായിരിക്കണം എന്നായിരുന്നു പറഞ്ഞത്? അൺബയാസ്ഡ് ആയിരിക്കണം, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്ടിവിറ്റി. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസ് ആൻ ഓഡിറ്റർ നമ്മുടെ ഡ്യൂട്ടിയാണ് പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ സ്കിൽ എന്തൊക്കെയാണ് നമുക്കുള്ളത് അത് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു മെമ്പേഴ്സ് ഡെലിജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവണം. ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വേണം നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ. സോ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യേണ്ടത്, ആ ഓരോ പ്രൊസീജിയേഴ്സും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസ് തന്നെ അത് ചെയ്യണം എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്ലയന്റിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. അതുപോലെ തന്നെ ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഫർമേഷൻ വാങ്ങിയത് അതല്ലാതെ മറ്റൊരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും കോൺഫിഡൻഷ്യാലിറ്റി ആണ്. സോ ഈ രണ്ട് കാര്യങ്ങളും കോൺഫിഡൻഷ്യാലിറ്റിക്കകത്ത് വരും. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ ഒരു തരത്തിലുള്ള ലോ ആൻഡ് റെഗുലേഷൻസും വയലേറ്റ് ചെയ്യാൻ പാടില്ല. ആസ് എ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നിനും നമ്മൾ ഇൻവോൾവ് ആവാൻ പാടില്ല എന്ന് പറയുന്നതിനായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയാം. ആൻഡ് ദീസ് ആർ ദ 5 എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. നിങ്ങൾക്ക് സിനാരിയോയ്ക്കകത്ത് ഈ പറയുന്ന പ്രൊഫഷണൽ മാറ്റേഴ്സിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും അത് എങ്ങനെയൊക്കെയാണ് പ്രൊഫഷനെ അഫക്ട് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് നോക്കുക, ഇസ് ദർ എനി ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് അഫക്ട് ആൻ ഓഡിറ്റേഴ്സ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്? ഓഡിറ്ററിന്റെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിനെ അഫക്ട് ചെയ്യുന്ന എന്ത് ഫാക്ടേഴ്സ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിലും ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഒബ്ജക്ടിവിറ്റി. ഇനി ഏത് എത്തിക്കൽ ത്രെട്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അത് ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ത്രെട്ടായിട്ട് നിങ്ങൾക്ക് പറയാം. ഓൺ ദ അതർ ഹാൻഡ്, സിനാരിയോയ്ക്കകത്ത് ഇൻ കേസ് എങ്ങനെ നിങ്ങളോട് പറയാണ് ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നു ബട്ട് ഇന്റൻഷണൽ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന് പറയാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാതെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി. ഇനി ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ക്ലയന്റിന് നിങ്ങളൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രോപ്പർ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക? പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓഡിറ്റർ മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിന്റെ ഓഡിറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോമ്പീറ്റിംഗ് എൻറ്റിറ്റീസിന്റെ ഓഡിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാണ്. എവിടെയെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലീക്ക് ആവാനായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾവേസ് അഗൈൻസ്റ്റ് ദ കോൺഫിഡൻഷ്യാലിറ്റി. ഇനി ഓഡിറ്റർ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് നടത്തുമ്പോഴൊക്കെ അവിടെ അഡ്വർടൈസിങ് റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ACCA കോഡ് ഓഫ് എത്തിക്സ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഫോളോ ചെയ്യാതിരിക്കുക,
അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ ബിഹേവിയർ. അപ്പം ഏതാണോ എത്തിക്കൽ ത്രെട്ട്, ആ എത്തിക്കൽ ത്രെട്ട് എപ്പോഴും ഡയറക്ട്ലി വരുന്നുണ്ടാവുക ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള ഈ പറയുന്ന പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ത്രെഡ്സ് ടു പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ പറഞ്ഞു, മെയിൻലി 5 ഫണ്ടമെന്റൽ ത്രെഡ്സ് ആണ് ഉള്ളത്. സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, സെൽഫ് റിവ്യൂ ഉണ്ട്, അഡ്വക്കേസി ഉണ്ട്, ഫെമിലിയാരിറ്റി ഉണ്ട്, ഇന്റിമിഡേഷൻ ഉണ്ട്. എന്തായിരുന്നു മക്കളെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ? എല്ലാവരും റെസ്പോണ്ട് ചെയ്ത്. എന്തായിരുന്നു സെൽഫ് ഇൻട്രസ്റ്റ്? ബേസിക്കലി ഓഡിറ്റർ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഓഡിറ്റർ അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക റാദർ ദാൻ ദെയർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനെക്കാളും പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ത്രെട്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്. സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലയന്റിന് ഇതിനു മുന്നേ എന്തെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തേക്കുന്ന ഒരു സർവീസ് നമ്മൾ തന്നെ ഓഡിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ഫോം ആവുന്ന ത്രെട്ട് ആയിരിക്കും സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. കാരണം നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന വർക്കിനകത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പറയാൻ വില്ലിങ് ആവില്ല. അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രം ഉണ്ടാവുന്ന ത്രെട്ടാണ് അഡ്വക്കസി. അല്ലെങ്കിൽ ക്ലയന്റിന്റെ പൊസിഷൻ അപ്രൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ത്രെട്ടാണ് അഡ്വക്കസി. ബിക്കോസ് വൺസ് നമ്മൾ ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ again we won't be able to talk against them. അപ്പൊ നമ്മൾ അവർ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതായിരുന്നു അഡ്വക്കസി ത്രെട്ട്. നമ്മളും ക്ലയന്റും തമ്മിലുള്ള മിയർ റിലേഷന്റെ പുറത്ത് അല്ലെ പരിചയത്തിന്റെ പുറത്ത് മാത്രം ഫോം ആവുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി ത്രെട്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് ടേം ആയിട്ടുള്ള ക്ലയന്റിന്റെ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടാവാം, ഞാനും ക്ലയന്റും തമ്മിലുള്ള ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടാവാം, ഇതിനു മുന്നേ ക്ലയന്റിന്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാവാം, നമ്മൾ മറ്റെന്തെങ്കിലും സർവീസ് കൊടുത്ത കാരണം കൊണ്ടാവാം, നമ്മളും ക്ലയന്റും തമ്മിൽ പുറത്തു പോകുന്നു എന്ന് പറയുന്നു, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു എന്ന് പറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ആണ് കാണുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ഫെമിലിയാരിറ്റി ത്രെട്ട്. ഇനി ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, മെയിൻലി 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരിക. കൊയേഷൻ, undue influence, creating limitation in the scope of audit. ഇതായിരുന്നു 3 സിറ്റുവേഷൻ. കൊയേഷൻ, undue influence, creating limitation in the scope of audit. കൊയേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ത്രെറ്റനിങ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, ഓഡിറ്റിനെ പേടിപ്പിക്കുകയാണ്. ഓഡിറ്റർക്ക് ഓഡിറ്റ് ഫീസ് തരൂല, നെക്സ്റ്റ് ഇയറിൽ ഓഡിറ്റ് തരൂല, ഓഡിറ്റർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും, ഇന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓഡിറ്റിനെ പേടിപ്പിക്കുകയാണ് ഒരു ഫേവറബിൾ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓഡിറ്ററിന്റെ മേലെ അതോറിറ്റി ഉള്ള ഒരാളെ കൊണ്ട് ഓഡിറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്ററിന്റെ സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഇവർ വരുത്താണ്, ഓഡിറ്ററിനെ മര്യാദയ്ക്ക് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതായത് സഫീഷ്യന്റ് എവിഡൻസ് കൊടുക്കാതിരിക്കുക, ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയിയോട് സംസാരിക്കണം, പക്ഷെ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് കൊടുക്കുന്നില്ല ബുക്സ് ആൻഡ് റെക്കോർഡ്സിലേക്ക്. ഈ സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവുന്ന ത്രെട്ടാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയാം. സോ ഇങ്ങനെ ബേസിക്കലി 3 സിറ്റുവേഷനിലായിരിക്കും ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞ കൊയേഷൻ, undue influence, creating limitation in the scope of audit. അപ്പം ഇങ്ങനെയുള്ള ഏത് ത്രെട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പഠിച്ചത്? അതിന് സേഫ് ഗാർഡ്സ് എടുക്കണം എന്ന് പഠിച്ചിരുന്നു. ഇനി കുറെ ജനറൽ സേഫ് ഗാർഡ്സ് നമ്മൾ പഠിച്ചിരുന്നു, അതുപോലെ തന്നെ ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ സേഫ് ഗാർഡ് പഠിച്ചിരുന്നു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ ആര് കാരണം കൊണ്ടാണോ ആ ഒരു പർട്ടിക്കുലർ ത്രെട്ട് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു ആ ഇൻഡിവിജ്വലിനെ റിമൂവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് ക്ലയന്റ് തരുവാണെന്ന് പറയാണ്. അപ്പൊ ക്ലയന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺസ് ആൻഡ് ഗ്യാരണ്ടി ആണ് ഉള്ളത്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ മാറ്റി നിർത്തുക. ഓവർഡ്യൂ ഫീസ് ഉണ്ടെന്ന് പറയുകയാണ് നിങ്ങളോട്, കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് ഫീസ് ഇപ്പോഴും ഓവർഡ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ആ ഇഷ്യൂ നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി ആയിട്ടും ദോസ് ചാർജ് വിത്ത് ഗവൺസുമായിട്ടും ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ക്ലിയർ ചെയ്തിട്ട് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റിസ്ക് പറയാം, സേഫ് ഗാർഡ് പറയാം. പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് വൈസസ് ആണ് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യുന്നത്, റവന്യൂവിന്റെ 5% ഓഡിറ്റ് ഫീസ് ആയിട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അതുപോലത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും സംഭവിക്കുക? ഇവൻ ഈ റവന്യൂവിന്റെ അത് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഓഡിറ്റർ അത് പറയാൻ വില്ലിങ് ആവില്ല. അപ്പം അത് കാരണം കൊണ്ട് അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് വരും എന്ന് പറഞ്ഞു. കാരണം ഓഡിറ്ററിന്റെ റവന്യൂ അവിടെ അഫക്റ്റഡ് ആവും. കാരണം ക്ലയന്റിന്റെ റവന്യൂവിന്റെ ബേസിസിലാണ് നമുക്ക് റവന്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓഡിറ്റ് ഫീസ് എന്നുണ്ടെങ്കിൽ റവന്യൂ ക്ലയന്റിന്റെ ഇൻ കേസ് അങ്ങനെ മിസ്റ്റേറ്റഡ് ആണെങ്കിലും നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന ഫീസും അഫക്റ്റഡ് ആവും. നമ്മൾ ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്യുള്ളൂ. അതാണ് അവിടുത്തെ ത്രെട്ട്. അപ്പൊ സേഫ് ഗാർഡ് നമ്മൾ പഠിച്ചിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെയും ഓഡിറ്റ് കമ്മിറ്റി ആയിട്ടും ദോസ് ചാർജസ് ഗവൺസുമായിട്ടും ഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം.
ഫീസ് ഫിക്സഡ് ഫീസ് ആയിരിക്കും എന്ന് കൺവേ ചെയ്യുക. അല്ലെങ്കിൽ എത്രയാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ്, ആ അവേഴ്സിനനുസരിച്ച് ഫീസ് ചാർജ് ചെയ്യുന്നുള്ളത് കൺവേ ചെയ്യാൻ പറയാം. ഇനി ഹൈ പെർസെൻറ്റേജ് ഫീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നോർമലി 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഓഡിറ്റ് ഫീസിന്റെ മോർ ദാൻ 15% നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ അവരെ ഹൈ പെർസെൻറ്റേജ് ക്ലയന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഹൈ പെർസെൻറ്റേജ് ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ക്ലയന്റിനെ റീറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൈ പെർസെൻറ്റേജ് ക്ലയന്റിന്റെ കേസിൽ എക്സ്റ്റേണൽ റിവ്യൂറെ കൊണ്ട് വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യിക്കണം. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഫീസ് ക്ലയന്റിന്റെ എപ്പോഴും നമ്മൾ കുറച്ച് വെക്കും, എന്നിട്ട് അതിനനുസരിച്ച് ഓഡിറ്റിന്റെ ക്വാളിറ്റി പ്രൊപ്പോർഷനേറ്റ്ലി കുറയ്ക്കുന്നതിനെയാണ് ലോ ബോളിംഗ് എന്ന് പറയാം. ലോ ബോളിംഗ് ചെയ്യാനായിട്ട് പാടില്ല. എത്രയാണ് ഓഡിറ്ററിന് ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ ഫീസ് കോസ്റ്റ് ആവുന്നത്, ആ കോസ്റ്റ് റിക്കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫീസ് വേണം ഓഡിറ്റർ ചാർജ് ചെയ്യാൻ. അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറെ കൊണ്ട് ഓഡിറ്റർ ചെയ്ത വർക്ക് റിവ്യൂ ചെയ്യിക്കുക, അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് കൺഫേം ചെയ്യാൻ. ഇനി ഓഡിറ്ററായി നമ്മളോട് എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്, എസ്പെഷ്യലി ക്ലയന്റിന്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെ റിക്രൂട്ട്മെന്റ് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സേഫ് ഗാർഡ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാനായിട്ട്. ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. ആ ഇൻട്രസ്റ്റ് എന്താണ് ഓഡിറ്റർക്ക് ഉള്ളത്, ഷെയർസിലോ ഡിവെഞ്ചേഴ്സിലോ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് ഇമ്മീഡിയറ്റ്ലി ഡിസ്പോസ് ചെയ്യണം ബിഫോർ കണ്ടിന്യൂയിങ് വിത്ത് ദ എൻഗേജ്മെന്റ്. ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ്, എംപ്ലോയ്മെന്റ് വിത്ത് അഷുറൻസ് ക്ലയന്റ്, ഈ കേസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. നമുക്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേഷൻ ആര് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത് അവരെ മാറ്റി നിർത്തുക. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറെ വെച്ച് വർക്ക് റിവ്യൂ ചെയ്യിക്കുക. ഇനി സെൽഫ് റിവ്യൂ ത്രെട്ട് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി ക്ലയന്റ് കമ്പനിക്ക് എന്തെങ്കിലും അക്കൗണ്ടിങ് റിലേറ്റഡ് സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അത് തന്നെ നമ്മൾ ഓഡിറ്റും കൂടി ചെയ്യേണ്ടി വരുമ്പോഴാണ് അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ 2 സിറ്റുവേഷൻ ആയിരിക്കും നമ്മളോട് സിനാരിയോയിൽ വരുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമ്മളോട് പറയാ ഓൾറെഡി നമ്മൾ അവരുടെ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്ത് കൊടുത്തു എന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് പറയുന്നുണ്ടാവുക നമ്മളോട് ഒരു പുതിയ വർക്ക് ചെയ്ത് കൊടുക്കാവോ എന്ന് റിക്വസ്റ്റ് ചെയ്തു, ക്ലയന്റിന്റെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് നമ്മളോട് ചെയ്ത് കൊടുക്കുമോ എന്നായിരിക്കും ചോദിച്ചേക്കുന്നത്, അല്ലെ കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതാണ് സിനാരിയോ എന്നുള്ള ആദ്യമേ നോക്കുക. കൊടുത്തു എന്നാണ് പറഞ്ഞത്, അത് കൊടുക്കാനായിട്ട് ഉള്ള റിക്വസ്റ്റേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. സപ്പോസ് എങ്ങാനും റിക്വസ്റ്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 2 കാര്യങ്ങളാണ് എഗെയിൻ നോക്കേണ്ടത്. ലിസ്റ്റഡ് ക്ലയന്റ് ആണോ അതോ നോൺ ലിസ്റ്റഡ് ക്ലയന്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിസ്റ്റഡ് ക്ലയന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ, വി ഷുഡ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ഇറ്റ്. നമ്മുടെ അടുത്ത് ഒരു പുതിയ സർവീസ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ് ലിസ്റ്റഡ് ക്ലയന്റിന്റെ, ആ സിറ്റുവേഷൻ നമ്മളത് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യുക. നോൺ ലിസ്റ്റഡ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാം, സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം എന്നുള്ള പറയാം. ആരൊക്കെയാണോ ഓഡിറ്റിന്റെ അകത്ത് ഇൻവോൾവ് ആവുന്നത് അവരാരും ഈ വർക്കിന്റെ അകത്ത് ഇൻവോൾവ് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് നോൺ ലിസ്റ്റഡ് ക്ലയന്റിന് നമുക്ക് ആ സർവീസ് ചെയ്തു കൊടുക്കാം. അതാണ് കേസ് നമ്പർ 1. കേസ് നമ്പർ 2, ഇനി സപ്പോസ് എങ്ങാനും ഇവര് ലിസ്റ്റഡ് അല്ല, അറ്റ് ദ സെയിം ടൈം നമ്മളോട് ചോദിക്കുകയാണ് ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്തു കൊടുക്കാവോ എന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ആ കേസിൽ മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യം. ഓൾറെഡി വർക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ വർക്കിൽ ആരാണോ ഇൻവോൾവ് ആയത് അവരെ ആ ഒരു പർട്ടിക്കുലർ വർക്കിൽ നിന്നും ഓഡിറ്റ് എൻഗേജ്മെന്റിൽ നിന്നും മാറ്റി നിർത്തുക. അതായത് നമ്മൾ എന്ത് പറയാം, ഓഡിറ്റർ ഷുഡ് കൺസിഡർ റിമൂവിംഗ് ദ individual who have performed the work for the client from the engagement team, and the work should be reviewed by an engagement quality control reviewer. ആരാണോ വർക്ക് ചെയ്ത് അവർ ഒഴിവാക്കി നിർത്താൻ പറയണം. അതുപോലെ തന്നെ വർക്ക് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ റിവ്യൂ ചെയ്യാനും പറയണം. അഡ്വക്കസി ത്രെട്ടിന്റെ കേസ് നിങ്ങളോട് മെയിൻലി പുതിയൊരു വർക്ക് ചെയ്ത് കൊടുക്കാവോ എന്നുള്ളത് തന്നെ ആയിരിക്കും ചോദിച്ചേക്കുന്നത്. ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാവോ എന്നായിരിക്കും ചോദിച്ചേക്കുന്നത്. അവിടെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, നമ്മളത് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ. ഫെമിലിയാരിറ്റി ത്രെട്ടിന്റെ കേസിലും ആര് കാരണം കൊണ്ടാണോ ഫെമിലിയാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അവരെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 2, നമ്മളൊരു പർട്ടിക്കുലർ ത്രെട്ടിന്റെ അകത്ത് ഫെമിലിയാരിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞതായിരിക്കും ആ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സിനാരിയോ എന്താണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഒരു ലോങ് ടേം റിലേഷൻ കാരണം കൊണ്ടാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണോ ആ ലോങ് ടേം റിലേഷന് കാരണം ആരായിരിക്കും, ഡെഫിനറ്റ്ലി എൻഗേജ്മെന്റ് പാർട്ണർ ആയിരിക്കും. എൻഗേജ്മെന്റ് പാർട്ണറിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഇനി ഫെമിലിയാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത് സപ്പോസ് എങ്ങനെ നിങ്ങളോട് ഒരു പുതിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയുന്നു, ഒരു കോമ്പറ്റീഷന് പോവാന്ന് പറയുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനാരിയോസ് ആണെന്ന് വെച്ചോ.
അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ഓപ്ഷൻ ചെയ്താൽ മതി. ആ പറയുന്ന റിക്വസ്റ്റ് എന്താണോ അത് ഡിക്ലൈൻ ചെയ്യുക, ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളത് പറയുക. ഇനി ഇന്റിമിഡേഷൻ ത്രെട്ടിന്റെ കേസിൽ നമ്മുടെ ത്രെറ്റനിങ് ചെയ്യുക, നമുക്ക് സഫീഷ്യന്റ് എവിഡൻസ് തരുന്നില്ല, അൺഡ്യൂലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം യു ഹാവ് ടു ഡിസ്കസ് ദാറ്റ് മാറ്റർ വിത്ത് ക്ലയൻസ് ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. ആൻഡ് അവിടെ ഒരു പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കൺസിഡർ റിസൈനിങ് ഫ്രം ദ എൻഗേജ്മെന്റ്. ഇതായിരിക്കും നമ്മൾ ആ സിറ്റുവേഷനിൽ പറയുന്ന സേഫ് ഗാർഡ്. അപ്പം നിങ്ങളെ ത്രെറ്റനിങ് ചെയ്യോ, അല്ലെങ്കിൽ അൺഡ്യൂലി ഇൻഫ്ലുവൻസ് ചെയ്യോ, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ് തരുമോ, ഒന്നും ചെയ്യുന്നില്ല ഓഡിറ്റ് ചെയ്യാൻ, ആ സിറ്റുവേഷൻ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഓഡിറ്റ് കമ്മിറ്റി ആയിട്ടും ദോസ് ചാർജ് ഗവർണൻസുമായിട്ടോ ഇഷ്യൂ എന്താണോ അത് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് എൻഗേജ്മെന്റിൽ നിന്നും പൊളൈറ്റ്ലി എൻഗേജ്മെന്റ് ഡിക്ലൈൻ ചെയ്തിട്ട് റിസൈൻ ചെയ്ത് പോകാനായിട്ട് പറയാം. ഇനി മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് എടുത്തു ചോദിക്കുകയാണ്. സോ മാനേജ്മെന്റ് ത്രെട്ടിനെ കുറിച്ച് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം പറയാം. നോർമലി ഒരേ ഒരു സിറ്റുവേഷനാണ് മാനേജ്മെന്റ് ത്രെട്ട് ഉണ്ടാവുന്നത്. അതായത് ഓഡിറ്ററായി നിങ്ങൾ ക്ലയന്റ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് മാനേജ്മെന്റ് ത്രെട്ട് വരിക. അഗെയിൻ, ഓഡിറ്ററായി നിങ്ങൾ ക്ലയന്റ് കമ്പനിയുടെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ത്രെട്ടാണ് മാനേജ്മെന്റ് ത്രെട്ട്. അപ്പം ഇനി അഡീഷണലി നമ്മളോട് പറഞ്ഞിരുന്ന ഒരു ത്രെട്ടായിരുന്നു ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്ന കമ്പനിയോ, അല്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് എങ്ങാനും മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഒരു കോമ്പീറ്റന്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്, അതായത് ആപ്പിൾ സാംസങ് പോലുള്ള ഒരു കമ്പനി, രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സാംസങ്ങും ഇന്റലും പോലുള്ള ഒരു കമ്പനി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൾട്ടിപ്പിൾ കമ്പനീസിന്റെ ഓഡിറ്റ് നമ്മളാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന പോസിബിലിറ്റിയാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ്ലി ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഇഷ്യൂ വരും. കാരണം നമ്മൾ കോമ്പീറ്റിംഗ് എൻറ്റിറ്റീസിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ക്ലയന്റിന്റെ ഡേറ്റ മറ്റൊരു ക്ലയന്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇന്റൻഷനലി ആവാം, അൺഇൻറ്റൻഷനൽ ആവാം. അപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും സേഫ് ഗാർഡ് എടുക്കാൻ പറ്റുക? നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട സേഫ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഒബ്റ്റെയിൻ കൺസെന്റ് ഫ്രം ബോത്ത് എൻറ്റിറ്റീസ്. ഇങ്ങനെ മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ എൻറ്റിറ്റീസിന്റെ അടുത്ത് നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെർമിഷൻ എടുക്കണം, കൺസെന്റ് എടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സേഫ് ഗാർഡ് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യാന്നുള്ളതാണ്. രണ്ട് കമ്പനിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീം തന്നെ യൂസ് ചെയ്യണം. ഈ രണ്ട് കമ്പനീസും തമ്മിൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സ് എടുത്തിട്ടുണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് നമ്മുടെ എൻഗേജ്മെന്റിൽ എല്ലാ ടീം മെമ്പേഴ്സും സൈൻ ചെയ്യണം. ഈ സേഫ് ഗാർഡ്സ് ഓരോന്നും നമ്മൾ റെഗുലർലി റിവ്യൂ ചെയ്യണം, ഒരു സീനിയർ പേഴ്സൺ പ്രോപ്പർലി അപ്ലൈ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് കൊടുക്കണം, നമ്മൾ എങ്ങനെയാണ് ഈ സേഫ് ഗാർഡ്സ് പ്രോപ്പർലി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഇൻ കേസ് എങ്ങാനും ഈ ഏതെങ്കിലും ഒരു സേഫ് ഗാർഡ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, നമ്മളെ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടാവണം. എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് നമുക്കത് കിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സേഫ് ഗാർഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എൻഗേജ്മെന്റ് ഡിക്ലൈൻ ചെയ്യുക ആദ്യം തന്നെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ വെൻ വി കണ്ടിന്യൂ വിത്ത് ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർക്കാണെങ്കിൽ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർക്കാണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണർക്കാണെങ്കിലും എല്ലാം മാക്സിമം ഒരു എൻഗേജ്മെന്റിന്റെ അകത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എത്രയാണെന്നായിരുന്നു പറഞ്ഞത്? 7 years ആണ്. നമുക്ക് കൂളിംഗ് ഓഫ് പീരീഡിൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക. എൻഗേജ്മെന്റ് പാർട്ണറിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് 5 years ആയിരിക്കും വരിക. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിന്റെ ആണെങ്കിൽ 3 years ആയിരിക്കും വരുന്നുണ്ടാവുക. കീ ഓഡിറ്റ് പാർട്ണറിന്റെ ആണെങ്കിൽ 2 years ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി മൾട്ടിപ്പിൾ റോൾസ് വരുന്ന സമയത്ത്, അതായത് കുറച്ച് നാൾ എൻഗേജ്മെന്റ് പാർട്ണർ, പിന്നെ കീ ഓഡിറ്റ് പാർട്ണർ, അല്ലെങ്കിൽ കുറച്ച് നാൾ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ, അങ്ങനെ മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുന്ന സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ എൻഗേജ്മെന്റ് പാർട്ണറിന്റെ റോൾ ഉണ്ടോ അവിടെയൊക്കെ 5 years ആയിരിക്കും വരുന്നുണ്ടാവുക. എവിടെയൊക്കെ കീ ഓഡിറ്റ് പാർട്ണറിന്റെ റോൾ ഉണ്ടോ അവിടെ നമുക്ക് കീ ഓഡിറ്റ് പാർട്ണർ വലിയൊരു റോൾ അല്ല. അപ്പം നമ്മൾ അടുത്തായിട്ട് എന്ത് നോക്കണം? അവിടുത്തെ ഹയസ്റ്റ് റോൾ ഏതാണെന്ന് നോക്കണം. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആണ്, അപ്പൊ 3 years ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എവിടേക്കാണ് ഹയസ്റ്റ് റോൾ വരുന്നത് അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി, എൻഗേജ്മെന്റ് പാർട്ണറിന്റെ 5 years ആയിരിക്കും, ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ 3 years ആയിരിക്കും, കീ ഓഡിറ്റ് പാർട്ണറിന്റെ 2 years ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എത്തിക്കൽ ത്രെഡ്സ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. നമ്മളോട് എത്തിക്കൽ ത്രെട്ടും അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ എത്തിക്കൽ ത്രെട്ടിനായിട്ടുള്ള സേഫ് ഗാർഡും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഒരു സൈഡിൽ നമ്മളോട് എത്തിക്കൽ ത്രെട്ട് എന്താന്നുള്ളത് ചോദിക്കും, ഒരു സൈഡിൽ
സേഫ് ഗാർഡ് എന്താണെന്നുള്ള കാര്യം ചോദിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എത്തിക്കൽ ത്രെട്ട് എന്താണെന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എന്താണോ അവിടെ ഉണ്ടാവുന്ന എത്തിക്കൽ ത്രെട്ട്, ആ എത്തിക്കൽ ത്രെട്ട് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ സിനാരിയോയ്ക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതെങ്ങനെയാണ് എത്തിക്കൽ ത്രെട്ട് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ലിറ്ററലി ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ആദ്യമേ ഫാക്ട് എഴുതുക. അതായത് സിനാരിയോയ്ക്കകത്ത് എവിടെയാണ് എത്തിക്കൽ ത്രെട്ടിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കുക. രണ്ടാമതായിട്ട് ഐഡന്റിഫൈ ദ ത്രെട്ട്. ഏതാണ് ആ ത്രെട്ട് എന്നുള്ളത് പറയുക. അതായത് സെൽഫ് ഇൻട്രസ്റ്റ് ആണോ, അഡ്വക്കസി ആണോ, ഫെമിലിയാരിറ്റി ആണോ, ഏതാണെന്നുള്ളത് പറയാം. അത് എന്തുകൊണ്ടാണ് ത്രെട്ട് ആയെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുക. സേഫ് ഗാർഡ് നമ്മൾ ഏതാണോ പഠിച്ചത് ആ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സേഫ് ഗാർഡ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡിന്റെ തിയറിറ്റിക്കൽ ഏരിയ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ മക്കളെ? ഓക്കെ, സോ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡിന്റെ ക്വസ്റ്റൻ ആണ്. പീച്ച് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റൻ. അപ്പൊ ഈ ക്വസ്റ്റൻ അത് നമ്മളോട് ചോദിച്ചേക്കുന്നത് 2 എത്തിക്കൽ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ എത്തിക്കൽ ത്രെട്ടിന് എന്തൊക്കെയാണോ സേഫ് ഗാർഡ് വേണ്ടത് അത് എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ സിനാരിയോ ഒന്ന് വായിച്ച് ഇവിടെയുള്ള എത്തിക്കൽ ത്രെട്ടും സേഫ് ഗാർഡ്സും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി മക്കളെ. Pete's company has been an audit client of Apricot and Company for the last 15 years. The audit staff of Apricot and Co. and the client staff of Pete's company have always enjoyed a meal together at the start of the final audit. Alan Edward, the managing director of the Pete's company, has this year suggested that instead of a meal, all the audit staff and client go away for a weekend to a luxury hotel at the Pete's company's expense. Alan Edward has also suggested that current year audit fees is renegotiated to be based on percentage of Pete's company's net profit for the year. This year, for the first time, Apricot and Co. has been approached by Pete's company to help identify potential acquisition targets. Discussions are currently at an early stage and no work has been undertaken at present. The total fees in relation to audit and other work would fall within acceptable level in line with ACCA's Code of Ethics and Conduct. പറയേ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? വോട്ട് ഉള്ളത് എത്തിക്കൽ ത്രെട്ട് ചെയ്യാം. എന്തൊക്കെയാ മക്കളെ എത്തിക്കൽ ത്രെട്ട്സ് ഉള്ളത്? ഫെമിലിയാരിറ്റി ത്രെട്ട്. ഓക്കെ, ഫെമിലിയാരിറ്റി ത്രെട്ട്. എവിടെയാ ഫെമിലിയാരിറ്റി ത്രെട്ട് വരിക? ഇപ്രാവശ്യം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പോവാന്ന്. ഓക്കെ, ഈ പ്രാവശ്യം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പോവാന്ന് പറഞ്ഞേക്കുന്നത്? ലക്ഷറി ഹോട്ടലിൽ പോവാന്ന് പറഞ്ഞേക്കുന്നത്, ക്ലയന്റിന്റെ എക്സ്പെൻസിൽ. അപ്പൊ അങ്ങനെ ഒരു ലക്ഷറി ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഫെമിലിയാരിറ്റി ത്രെട്ട് മാത്രമാണോ വരിക അവിടെ? സെൽഫ് ഇൻട്രസ്റ്റും വരാം. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ത്രെട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാം. അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും വരാം. കാരണം എന്തായിരിക്കും? കാരണം അവിടെ ക്ലയന്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ 2 ത്രെട്ടും വരുമെന്ന് നിങ്ങൾക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാം? ആദ്യം ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. എന്താ പറയേണ്ടത്? Alan Edward, managing director, suggested all the audit staff and client staff will go together for a weekend to a luxury hotel at the Pete's company's expense. Identification part പറഞ്ഞു. ഇനി പറയാ, this represents threats to objectivity such as self-interest and familiarity threat, as the independence of the auditor will be affected and the auditor might provide a favorable opinion for the client company as the client is providing a significant hospitality service for the audit firm. ഇതാണ് നമ്മുടെ ത്രെട്ട് ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ സിനാരിയോക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു, ത്രെട്ട് ഏതാണെന്നുള്ളത് പറഞ്ഞു, അത് എന്തുകൊണ്ടാണ് ത്രെട്ട് ആയെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്തായിരിക്കും നമുക്ക് അവിടെ സേഫ് ഗാർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാം. സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു മെറ്റീരിയൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് ഒന്നും വാങ്ങാൻ പാടില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും? പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Auditors should communicate with the managing director of the Pete's company and should politely decline the offer provided by the managing director. Clear അല്ലേ?
ഇനി അടുത്ത ത്രെട്ട് ഏതാ മക്കളെ? കോൺഫിഡൻഷ്യാലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി എവിടെ വരിക? അതിലെ അവര് ഇതില് ഇതുവരെ സോറി, ഓഡിറ്റ് സ്റ്റാഫ് ബോത്ത് കമ്പനി ഇല്ല അവിടെ വരില്ല. കാരണം എന്താ, നമ്മള് ക്ലയന്റിന്റെ സ്റ്റാഫിന്റെ അടുത്ത് പോകുന്നു എന്നല്ല പറഞ്ഞത്, അവരുടെ ക്ലയന്റ് ഇൻഫർമേഷൻ അല്ലേ. അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴാണ് കോൺഫിഡൻഷ്യാലിറ്റി അഫക്റ്റഡ് ആവുക. വേറെന്താ ഇഷ്യൂ? ഫീസ്, ഓഡിറ്റ് ഫീസ്, ഫീസ് നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു? നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയറിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. ഫീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിൽ ഫീസ് സെറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ത്രെട്ടായിട്ട് വരും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അതിന് കാരണം എന്തായിരുന്നു? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോഫിറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ഓഡിറ്റർ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം എന്താ? അയാളുടെ ഫീസ് കുറഞ്ഞു പോയി. ഫീസ് കുറഞ്ഞു പോകും. ഓക്കെ, ഫൈൻ. അപ്പം അതാണ് അവിടെ പറയേണ്ടത്. അവിടെ കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിട്ടുള്ള ഫീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്ത അവേഴ്സിനായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത് ഫീസ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറയാ? ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഈ കാര്യം പറ്റില്ല എന്ന്? ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എത്തിക്കൽ ത്രെട്ട് പറയാം. അലൻ എഡ്വേർഡ് സജസ്റ്റഡ് അല്ലെങ്കിൽ റീനെഗോഷിയേറ്റഡ് ദ ഓഡിറ്റ് ഫീസ് ടു ബി ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓഫ് പീസ് കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. However, this creates ethical threat to objectivity, leading to ഏത് ത്രെട്ടാ? സെൽഫ് ഇൻട്രസ്റ്റ്. എന്നിട്ട് അവിടെ റീസൺ പറയാം. As the auditor might not be willing to correct the mistakes in relation to net profit of the company, even if it is misstated, as the fees reduction in the net profit will affect the auditor's remuneration. അവിടെ കൊടുക്കാൻ വരുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? Auditor should communicate with audit committee and those charged with governance and should inform them that the fees will be a fixed amount, or the fees should be charged only on the basis of the hours spent by the auditor for the purpose of performing audit engagement. Okay. ഇനി വേറെന്താ മക്കളെ എത്തിക്കൽ ത്രെട്ട് ഉള്ളത് ഇവിടെ? ഓക്കെ, അക്വിസിഷൻ ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മളോട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ആപ്രിക്കോട്ട് ആൻഡ് കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്ത് അക്വിസിഷൻ ടാർഗറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവർക്കൊരു ക്ലയന്റ് വേറൊരു കമ്പനിയിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിനൊരു അക്വിസിഷൻ ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക? അഡ്വക്കസി ത്രെട്ട് വരാം. പിന്നെയോ സെൽഫ് റിവ്യൂ ത്രെട്ടും വരാം. ശരിയല്ലേ? അഡ്വക്കസി ത്രെട്ടും വരാം, സെൽഫ് റിവ്യൂ ത്രെട്ടും വരാം. കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ ഇവരെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂല എന്നാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാം അക്യൂസേഷൻ നടന്നതിന് ശേഷം അപ്കമിങ് ഇയേഴ്സിലെ ഓഡിറ്റിൽ നമ്മൾ തന്നെ ഇവരുടെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവിടെ എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവും. അവിടെ കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? ഇത് ലിസ്റ്റഡ് ക്ലയന്റ് ആണോ അല്ലയോ നോക്കിയോ. ലിസ്റ്റഡ് ആണെന്നോ നോൺ ലിസ്റ്റഡ് ആണെന്നോ എന്തെങ്കിലും നമ്മളോട് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയാ? ഓഡിറ്റർ ഷുഡ് കൺസിഡർ using separate engagement team for providing non-assurance services and assurance service. Any member who is involved in the assurance team should not be involved in the identification of potential acquisition target എന്നുള്ളത് പറയാം. സപ്പോസ് എങ്ങാനും ക്വസ്റ്റനിൽ ലിസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാനായിട്ട് പറയാം, റിക്വസ്റ്റ് റൈസ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ അഡീഷണലി ഒരു പർട്ടിക്കുലർ ത്രെഡ് കൊണ്ട് നമുക്ക് പറയാം. 15 years ആയിട്ട് ആപ്രിക്കോട്ട് ആൻഡ് കമ്പനി നമ്മുടെ ഓഡിറ്റ് ക്ലയന്റ് ആണെന്ന് പറഞ്ഞില്ലേ? നമ്മളോട് അവിടെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല ആരായിരുന്നു എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് ഉണ്ടായിരുന്നതെന്ന്. എൻഗേജ്മെന്റ് പാർട്ണർ ഇത്ര പീരീഡ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാണ്. മോർ ദാൻ 7 years അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡീഷണൽ ഏത് ത്രെഡ് കൂടെ പറയാം? ഫെമിലിയാരിറ്റി ത്രെഡ് പറയാം. ശരിയല്ലേ? കാരണം ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ക്ലയന്റ് വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് നമ്മൾ നോർമലി പറയാറ്? ഫെമിലിയാരിറ്റി ത്രെട്ട് വരും. ഇൻഡിപെൻഡൻസ് അഫക്റ്റഡ് ആവും. നമുക്ക് ഇൻഡിപെൻഡന്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. ശരിയല്ലേ? അവിടെ എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറയാം. ഒരു ന്യൂ എൻഗേജ്മെന്റ് പാർട്ണറിനെ അപ്പോയിന്റ് ചെയ്യണം. ആൻഡ് എക്സിസ്റ്റിംഗ് എൻഗേജ്മെന്റ് പാർട്ണർ 5 years കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പൊ ഇങ്ങനെയായിരുന്നു എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡ്സ് വരുന്നുണ്ടാവുക. പ്രോപ്പർലി ക്ലിയർ ആണോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? sir. ഓക്കെ. Yes, sir. സോ എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് റിവിഷൻ കിറ്റിലുള്ളത്. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിരുന്നു ഹെർലിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റൻ ഒക്കെ. സോ വീണ്ടും ഒന്നും കൂടെ ഹെർലിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു ക്വസ്റ്റനും കൂടി ഉണ്ട്, അത് നമ്മൾ മറ്റന്നാൾ മോക്ക് എക്സാമിന്റെ കൂട്ടത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? Yes, sir. ഇനി നമുക്ക് അടുത്തതായിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ് അപ്പം ഏത്? കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് പഠിച്ച എല്ലാവരും ഓർക്കുന്നില്ലേ? എന്തായിരുന്നു മക്കളെ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു? വാട്ട് യു മീൻ ബൈ കോർപ്പറേറ്റ് ഗവേണൻസ്? എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് an organization should be governed and controlled in the interest of the stakeholders and shareholders. ഷെയർഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിനനുസരിച്ച് എങ്ങനെ ഒരു ഓർഗനൈസേഷനെ റൺ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിനെയാണ് എന്തെന്ന് വിളിക്കുക? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കുക. എപ്പോഴും ഓർത്ത് വെക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ്, റൂൾസ് അല്ല. സോ ഇതൊരു കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ അപ്രോച്ച് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഒന്നെങ്കിൽ അത് കംപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് നമ്മളിത് കംപ്ലൈ ചെയ്യാത്തതെന്ന്. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇതായിരുന്നു, എല്ലാ കമ്പനിയും ഹെഡ് ചെയ്യുന്ന ആരായിരിക്കണം എന്ന് പറഞ്ഞു? ഒരു ഇഫക്റ്റീവ് ബോർഡ് ആയിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കമ്പനിയുടെ ലോങ് ടേം സക്സസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഓർത്ത് വെക്കുക, എല്ലാ ഡയറക്ടേഴ്സും ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിക്ക് ലോങ് ടേം സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷോർട്ട് ടേം സക്സസിലല്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഒരു പ്രോപ്പർ ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. ആരാണോ ഒരു കമ്പനിയുടെ ബോർഡ് റൺ ചെയ്യുന്നത് അവരെന്ത് ചെയ്യാൻ പാടില്ല? കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യാൻ പാടില്ല. അപ്പം അവിടെ അൺഫെറ്റഡ് പവേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു, അതായത് അൺഡിവൈഡഡ് പവേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചെയർമാനും സിഇഒയും എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമ്മളോട് പറഞ്ഞു അതേപോലെ തന്നെ ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബോർഡിന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ബോർഡ് ഇഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നുള്ളതും ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു യൂണിറ്ററി ബോർഡ് ആവുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, യൂണിറ്ററി ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബോർഡിൻ്റെ അകത്ത് തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഒരു യൂണിറ്ററി ബോർഡ് ആകുമ്പോൾ NEDs എപ്പോഴും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എടുക്കുന്ന ഓരോ ഡിസിഷനെയും ചലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് പഠിച്ചു. ബോർഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം, ഈക്വൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സും നോൺ എക്സിക്യൂട്ടീവ്സും ആയിരിക്കണം ബോർഡിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ബോർഡിലുള്ള ആളുകൾക്ക് പ്രോപ്പർ സ്കില്ലും എക്സ്പീരിയൻസും ഇൻഡിപെൻഡൻസും നോളജും ഒക്കെ ഉണ്ടാവണം, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇഫക്റ്റീവ് ആയിട്ട് തന്നെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഫോമൽ റിഗറസ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓരോ ബോർഡിലുള്ള ആളുകൾക്ക് സഫീഷ്യന്റ് ടൈം ഉണ്ടാവണം ബോർഡിന്റെ കാര്യങ്ങൾ പ്രോപ്പർലി നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സിന്റെയും ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ടൈം കണ്ടെത്തണം. ദെൻ നമ്മൾ പറഞ്ഞു എല്ലാ ഡയറക്ടേഴ്സും ജോയിൻ ചെയ്യുമ്പം ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻട്രൊഡക്ടറി ട്രെയിനിങ് കൊടുക്കണം. അവരുടെ നോളജും സ്കില്ലും ഒക്കെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ദെൻ നമ്മൾ പറഞ്ഞു ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ടൈംലി മാനറിൽ നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ ഫോമൽ ആൻഡ് റിഗറസ് ആൻഡ് ട്രാൻസ്പെറന്റ് പ്രൊസീജിയേഴ്സ് വഴി നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ബോർഡിന്റെ പെർഫോമൻസ് റെഗുലർ ബേസിസിൽ നമ്മൾ നോക്കുന്നുണ്ടാവണം, അവർ സാറ്റിസ്ഫാക്ടറി ലെവലിലാണ് പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ. ആൻഡ് നമ്മൾ പറഞ്ഞു ബോർഡ് മെമ്പേഴ്സിനെ റെഗുലർലി നമ്മൾ റീഎലക്ട് ചെയ്യണം. റെഗുലർ റീഎലക്ഷൻ പീരീഡ് നമ്മൾ പറഞ്ഞിരുന്നു 2 years ആണ് ഡയറക്ടേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. എവറി 3rd year നമ്മൾ അവരെ റീഅപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു ടോട്ടൽ ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ബാലൻസ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ അസസ്മെന്റ് നടത്തുക എന്നുള്ള കമ്പനിയുടെ പൊസിഷനെ കുറിച്ചും പ്രോസ്പെക്ട്സിനെ കുറിച്ചും എല്ലാം. അതേപോലെ തന്നെ ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കമ്പനിയിലെ പ്രിൻസിപ്പൽ റിസ്ക് ഓരോന്നും അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങും റിസ്ക് മാനേജ്മെന്റും ഇന്റേണൽ കൺട്രോൾ പ്രിൻസിപ്പിൾസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും ബോർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. റെമ്യൂണറേഷൻ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ലോങ് ടേം സക്സസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ടർ പോലും അവരുടെ സ്വന്തം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ പാടില്ല. റെമ്യൂണറേഷൻ കമ്മിറ്റി മാത്രമേ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി റിലേഷൻഷിപ്പ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞു ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് സാറ്റിസ്ഫാക്ടറി ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത്. എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടി ഇൻവോൾവ് ആയി നമ്മൾ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് പ്രോപ്പർ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവണം. അത് ഹോൾ ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം. എപ്പം ഷെയർ ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബോർഡ് എപ്പോഴും ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ അവിടെ മാക്സിമം ഈ AGM അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. AGMന്റെ സമയത്ത് നമ്മൾ സഫീഷ്യന്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് വെനെവർ ദ ഷെയർ ഹോൾഡേഴ്സ് റിക്വയർ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഇനി ഇതിന് പുറമെ നമ്മൾ പഠിച്ചു എപ്പോഴും നമ്മുടെ കമ്പനിയിൽ 4 ബോർഡ് കമ്മിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും മിനിമം 4 കമ്മിറ്റീസ് ഉണ്ടാവണം കോർപ്പറേറ്റ് ഗവേണൻസ് പ്രകാരം. ഏതൊക്കെയായിരുന്നു കമ്മിറ്റീസ്? നോമിനേഷൻ കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, റിസ്ക് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി അല്ലേ? അതിൽ നോമിനേഷൻ കമ്മിറ്റിയിലും അതേപോലെ തന്നെ റിസ്ക് കമ്മിറ്റിയിലും മജോറിറ്റി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഈ 2 കമ്മിറ്റിയിൽ മാത്രം 100% ആരായിരിക്കണം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അത് നമ്മൾ പറഞ്ഞു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉള്ള റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ സാലറി ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ സാലറി ഫിക്സ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിക്ക് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റോൾസ് ആയിരിക്കും ഉണ്ടാവുക. റിസ്ക് കമ്മിറ്റി ആയിരിക്കും ഒരു കമ്പനിയുടെ റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ നോക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നോമിനേഷൻ കമ്മിറ്റി ആയിരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുക. ആരൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ള നോമിനേഷൻ നടത്തുന്ന ആരായിരിക്കും? ഈ നോമിനേഷൻ കമ്മിറ്റി ആയിരിക്കും. ബട്ട് ഫൈനൽ അപ്പോയിന്റ്മെന്റ് വിൽ ബി ഡൺ ബൈ ദ കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ഇറ്റ് സെൽഫ്. സോ ഇങ്ങനെയായിരുന്നു ഓരോ ബോർഡ് കമ്മിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന് പുറമെ നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ? ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. ഓഡിറ്റ് കമ്മിറ്റിയിൽ എത്ര പേരായിരുന്നു, ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എങ്ങനെയായിരുന്നു വേണം നമ്മൾ പഠിച്ചത്. There should be minimum 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അല്ലേ? മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ഒരു സ്മോൾ കമ്പനി ആണെങ്കിൽ മാത്രം അവിടെ 2 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മതി എന്ന് പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിക്കകത്ത്. ആൻഡ് 3 പേരുള്ള ഓഡിറ്റ് കമ്മിറ്റിക്കകത്ത് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരാൾ ഫിനാൻഷ്യലി എക്സ്പേർട്ട് ആയിരിക്കണം. വിച്ച് മീൻസ് ഓൾ ദി 3 മെമ്പേഴ്സ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ബി ഹാവിംഗ് പ്രോപ്പർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ദെൻ അവർക്കുള്ള റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇന്റഗ്രിറ്റി അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവണം. കമ്പനിയുടെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഓരോന്നും പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം അവർ നോക്കണം. കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ഇഫക്റ്റീവ്നെസ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ബോർഡിന് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ റെക്കമെൻഡേഷൻ ആണ് കൊടുക്കാനുള്ളത് അത് കൊടുക്കുക. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഇൻഡിപെൻഡൻസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണോ എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നുണ്ടാവണം. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇൻ കേസ് എങ്ങാനും നോൺ ഓഡിറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നോൺ ഓഡിറ്റ് സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവരായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. ഇവരുടെ ഡ്യൂട്ടീസ് ഇവർ എങ്ങനെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതും ഇവർ പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവണം. പക്ഷെ നമ്മൾ പറഞ്ഞു ഇന്റേണൽ കൺട്രോൾസിന്റെ കംപ്ലീറ്റ് ഡ്യൂട്ടി ഉള്ളത് ഓഡിറ്റ് കമ്മിറ്റിക്കല്ല. ടോട്ടൽ ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അവർക്കുള്ള ആ ഡ്യൂട്ടി അവർ പല കമ്മിറ്റീസിനായിട്ട് എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർ ആണോ, അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ ഇവര് അഡീഷണൽ ഇൻഫർമേഷനകത്ത് അല്ലെങ്കിൽ ഇവര് അതർ ഇൻഫർമേഷൻ്റെ അകത്ത് ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതും ശരിക്കുള്ള ഇന്റേണൽ കൺട്രോൾസും കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടി. അതർ ദാൻ ദാറ്റ് ടോട്ടൽ ഡ്യൂട്ടി ഫോർ മെയിൻറ്റെയിനിങ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബി വിത്ത് ദ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ഇത്രയായിരുന്നു കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് ഡെഫിനറ്റ്ലി. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണോ അതിന് നേരെ ഉൾട്ടായിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും നമുക്ക് ഇഷ്യൂ ആയിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയുള്ള ഇഷ്യൂസ് ഓരോന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡെയിലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ നൗ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്തേ, വേഗം ഈ ഡെയിലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇവിടുന്ന് തന്നെ വായിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഡെഫിഷ്യൻസീസും ആ ഡെഫിഷ്യൻസീസിന്റെ ബേസിസിൽ നമുക്ക് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതും ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ വേഗം. സോ ഡ്യൂറിംഗ് ദി ഇയർ, ചെയർ ഓഫ് ഡെയിലി കമ്പനി റിസൈൻ ഡ്യൂ ടു his other commitments
and Fred Johnson, who is the chief executive of the company, took over this role. Fred has recently written to all shareholders to inform them that any question or comments that may have could only be raised at the company's annual general meeting, and that any other communication with the board is not possible. The executive director's remuneration is set by the remuneration committee. Non-executive director's remuneration is set by the board and is based on pre-tax profit targets, which are agreed by the board at the start of each financial year. As the board is of view that internal control environment is very effective, an audit committee has not been established. പറ എന്തൊക്കെ issues ഉള്ളത്? ഓക്കെ, ചെയർമാൻ എന്ത് ചെയ്തു എന്ന് പറയാണ്? റിസൈൻ ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞു. ഡെയിലി കമ്പനിയുടെ ചെയർമാൻ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാ റോള് ടുക്ക് ഓവർ ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നത്? ഫ്രെഡ് ജോൺസൺ. ഈസ് ഇറ്റ് ഓക്കെ? പറ്റുമോ അത്? ഇല്ല. നമ്മൾ പഠിച്ചതായിരുന്നു there should be clear separation of duty between the person who runs the business and the person who runs the board. ചെയർമാനും സിഇഒയും സെപ്പറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? there will be unfettered powers, അല്ലെ? അൺഡിവൈഡഡ് പവേഴ്സ് ഉണ്ടാവും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ചെയർമാൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ചീഫ് എക്സിക്യൂട്ടീവിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചെയർമാൻ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ പറയാ ചെയർമാൻ ഓഫ് ഡെയിലി കമ്പനി റിസൈൻഡ് ആൻഡ് ഫ്രെഡ് ജോൺസൺ, who is the chief executive of the company, took over this role. However, as per corporate governance guidelines, chairman and CEO should be different, and any person who is involved in the day-to-day operations of the business should not be involved in the chairman's role, as they will not be independent. അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? എന്താ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുക? That's it. നിങ്ങൾ എന്ത് പറയാ? Fred Johnson should be removed from the position of chairman of the daily company, and instead a new independent chairman should be appointed to the post. Clear അല്ലേ? Okay. അടുത്ത നമുക്ക് ഇഷ്യൂ. What's other issue? അടുത്ത പ്രോബ്ലം? പറഞ്ഞു. എന്താ പ്രശ്നം? എങ്ങനെ? നമ്മളോട് പറഞ്ഞ എന്താ? ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ സമയത്ത് അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവർക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുള്ളത്. പക്ഷെ ഇവർ പറഞ്ഞെടുക്കുന്നത് എന്താ? ബോർഡിന് വേറെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടത്താൻ പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? ആനുവൽ ജനറൽ മീറ്റിംഗിന് മാത്രമാണോ ഷെയർ ഹോൾഡേഴ്സിന് കാര്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ് ഉള്ളത്? അല്ല. നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബോർഡ് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എനി ടൈം. ശരിയല്ലേ? അവരത് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? കോർപ്പറേറ്റ് ഗൈഡ്ലൈൻസ് പ്രോപ്പർലി ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ കൊടുക്കേണ്ടി വരുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? എന്തായിരിക്കും സേഫ് ഗാർഡ്? എന്തായിരിക്കും സേഫ് ഗാർഡ്? എന്തായിരിക്കും? ബോർഡിന്റെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കണം എന്ന് പറയാ? ഹോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏറ്റെടുക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രോപ്രിയറ്റ്ലി എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ടൈംലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഡെഫിഷ്യൻസി ഇങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. ദ ചെയർമാൻ റീസെന്റ്ലി ഇൻഫോംഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് that they could raise only their concerns during annual general meeting. എന്ന് നിങ്ങൾ പറയാ. This will create restricting shareholders' right to receive proper communication, and this will result in company being run without considering the interest of the shareholders. Safeguard at എന്ത് കൊടുക്കുക? The chairman should take the responsibility of communicating properly to the shareholders, and the whole board of directors should also take the responsibility of providing necessary information to the shareholders whenever required. Then അടുത്ത ഇഷ്യൂ എന്താ? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്താ പ്രശ്നം?
പ്രോഫിറ്റ് സാലറി. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ പ്രീ ടാക്സ് പ്രോഫിറ്റ് ടാർഗറ്റിന്റെ ബേസിസിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അത് പറ്റുമോ? ഇല്ല. ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ നോർമലി എങ്ങനെയായിരിക്കണം? ഫിക്സ്ഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവർ ഇൻഡിപെൻഡന്റ് അല്ലാണ്ടാവും. ശരിയല്ലേ? കാരണം എന്താ? അവർക്ക് റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്തെങ്കിലും റോങ് പോളിസി എടുത്തു കഴിഞ്ഞാലും ഇവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമോ? ഇല്ല. അപ്പൊ അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എന്ത് പറയാ? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ആർ ഫിക്സ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീ ടാക്സ് പ്രോഫിറ്റ് ടാർഗറ്റ്. Therefore, there can be chances that this might affect the independence of the non-executive directors, as they will not challenge the executive directors in case if they take any inappropriate policy for the company, which may boost short-term profit. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? പ്രോഫിറ്റ് ഫിക്സ്ഡ് ആയ ഫിക്സ്ഡ് ആയിട്ട് കറന്റ് ഉള്ളത് എന്ത് ചെയ്യാൻ പറയണം? റിവൈസ് ചെയ്യാൻ പറയണം, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് പറയാം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് പേയ്മെന്റ് പോളിസി ഷുഡ് ബി റിവൈസ്ഡ്. Instead of providing a variable pay, non-executive directors' remuneration should be fixed by the shareholders. Okay. And finally, where on the issue undo? Audit committee. Audit committee illa. Avaru parnu internal control environment undu. Adu proper ayond audit committee illa ennu parnu. Nammal padichathaanu oru listed client aanu corporate governance requirement prakaram avaru endu cheyyunnundavanam? Audit committee form cheyanam. Audit committee avaru form ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡയറക്ടേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഡയറക്ടേഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പർലി എന്ത് ചെയ്യില്ല? ഡിസ്ചാർജ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ ഇഫക്റ്റീവ് ആണോ അത് റെഗുലർ ബേസിസിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ആരും ഇല്ലാണ്ടാവും. അതാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾ എന്ത് പറയാ? ദി കമ്പനി ഡസ് നോട്ട് കറന്റ്ലി ഹാസ് ആൻ ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി. Therefore, there can be chances that the board of directors might not be delivering their responsibilities appropriately, and the internal controls of the company might not be monitored on timely basis, which will create possibilities of having fraudulent transactions and ineffective controls. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? എന്താണ് ഇല്ലാത്തത് വേണം എന്ന് പറയാം. സേഫ് ഗാർഡ് അല്ല, റെക്കമെൻഡേഷൻ. എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? നിങ്ങൾ എന്ത് പറയാ? An audit committee should be established by the board of directors of daily company, and it should consist of at least 3 non-executive directors who are having recent and relevant financial experience and skills. Clear? Is it clear, everyone? Yes, sir. അപ്പൊ ഇത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അകത്തുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷനും. ഷെയറിന്റെ റെക്കമെൻഡേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരോ? ഷെയറിന്റെ ഏതായിരുന്നു? ഷെയർ ഏതായിരുന്നു? സെക്കൻഡ് പോയിന്റ്. അത് ഷെയറിന്റെ ആയിരുന്നില്ലല്ലോ. അതായത് ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ അല്ലേ? ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ പറയാം ചെയർമാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഹോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സാറ്റിസ്ഫാക്ടറി കമ്മ്യൂണിക്കേഷൻ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് നടത്തുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് ടൈംലി ഇൻഫർമേഷൻ കൊടുക്കാൻ പറയാം. ഓക്കെ, അത് ലിറ്ററലി ഏത് പോയിന്റിനോട് ഇക്വലന്റ് തന്നെയാണ്? നമ്മളിവിടെ പഠിച്ചില്ലായിരുന്നോ? There should be dialogue with the shareholders based on mutual understanding objective. The board as a whole has the responsibility for ensuring satisfactory dialogue with the shareholders take place. ആ പോയിന്റ് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ കോർപ്പറേറ്റ് ഗവർണൻസിന്റെയും ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്കറിയാം കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഏരിയക്കകത്ത് ഉള്ളൂ. സോ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിരുന്നു നമ്മൾ ക്ലാസ്സിന്റെ സമയത്ത് തന്നെ. സോ ദിസ് ആൻ അഡീഷണൽ ക്വസ്റ്റ്യൻ. സോ ഈ 2 ക്വസ്റ്റ്യൻസും പ്രോപ്പർലി നോക്കുക എല്ലാവരും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഇത്ര ഏരിയ എല്ലാവരും പ്രോപ്പർലി റിവൈസ് ചെയ്യുക. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ല പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ തിയറിറ്റിക്കൽ ഏരിയാസ് ആണെങ്കിലും പ്രോപ്പർലി ഇതിന്റെ റിവൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 2 ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ എല്ലാവരും പ്രോപ്പർലി എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. സോ താങ്ക് യു. Thank you, sir. Thank you, sir. Thank you.